LDF സർക്കാർ കാരണം 10 വർഷം നരക ജീവിതം അനുഭവിച്ച രണ്ടുപേരെ നമ്മുടെ UDF സർക്കാർ തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊന്ന് മെഴുകുതിരിയും ഒന്ന് എമർജൻസി. അപ്പൊ എങ്ങനെയുണ്ട് പവർ കട്ടൊക്കെ എല്ലാരും അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ? എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് നമ്മുടെ ചിരിക്കുന്ന പൂക്കി മുഖ്യമന്ത്രി ഇല്ലേ? ഒരുത്തൻ കഷ്ടപ്പെട്ട് ഒരു വീട് പണിന് കുറച്ച് ലൈറ്റുകൾ വാരി തൂക്കിയിടുമ്പോഴത്തേക്കും മന്ത്രിമാര് വന്നിട്ട് പറയാം അതെല്ലാം ഓഫ് ചെയ്തിടണം, വൈദ്യുതി നിയന്ത്രണം വേണം, സഹകരിക്കണമെന്ന്. എന്തിന്? ഇതിന് മുമ്പും 10 വർഷം മുമ്പ് ഭരിച്ചവരുണ്ടായിരുന്നല്ലോ, അവരൊന്നും വന്നിട്ട് പറഞ്ഞിട്ടില്ലല്ലോ സഹകരിക്കണം, ലൈറ്റ് ഓഫ് ചെയ്തിടണമെന്ന്. അവൻ ലൈറ്റ് തൂക്കിയിടുന്നുണ്ടെങ്കിൽ അവൻ ബില്ലടയ്ക്കുന്നുണ്ടല്ലോ, അതിന് നിങ്ങൾക്കെന്താ? വൈദ്യുതി ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം. ഇതിന് മുമ്പുള്ളവർ അങ്ങനെയല്ലേ ചെയ്തത്? ഇത് വലിയ ന്യൂസിൽ വന്ന് കൊട്ടിക്കോപിച്ചിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിന്. പിന്നെ ഇപ്പോഴത്തെ പവർ കട്ട് കാരണം ഓക്സിജൻ കിട്ടാതെ ഒരു ജീവൻ അങ്ങ് പോയി. KCB വിളിച്ചപ്പോഴാ നിങ്ങൾ ഇൻവെർട്ടർ വാങ്ങിച്ചു വെക്കാനെന്ന്. ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇൻവെർട്ടർ വാങ്ങിച്ചു വെക്കാൻ വലിയൊരു സാമ്പത്തിക സ്ഥിതിയാണോ? പട്ടിണി കിടക്കുന്നവരുണ്ട് സാറന്മാരെ, ഇറങ്ങി അങ്ങോട്ട് നോക്കണം. 10 വർഷം മുമ്പ് LDF സർക്കാർ ഭരിച്ചിരുന്നു, അപ്പൊ ഇൻവെർട്ടർ വാങ്ങിച്ചു വെക്കാനൊന്നും ഒരു KCB കാരനും പറഞ്ഞിട്ടില്ല. ഈ ഭരണത്തിൽ കയറുന്നതിന് മുമ്പേ ഡയലോഗ് അടിച്ച് മാസം കാണിച്ചാൽ പോരാ, അത് പ്രവൃത്തിയിലും കൂടി കൊണ്ടുവരണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് നിർത്തലാക്കാൻ പോവാന്ന്. ആര്? UDF സർക്കാർ. അതിന് UDF സാറന്മാരാണോ ചോറ് കൊടുത്തോണ്ടിരുന്നത്? നല്ല ചങ്കറപ്പുള്ള DYFI സഖാക്കളാണ് കൊടുത്തോണ്ടിരുന്നത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. മെഡിക്കൽ കോളേജ് നോക്കുകൊണ്ടില്ല, അന്നദാനം കൊടുക്കുകയാണ്, ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, ഇതെല്ലാം നീക്കേണ്ടി ഒരു പാർട്ടി അവിടെ കെട്ടിക്കൊടുക്കാം. അതൊന്നും ഇനി ഉണ്ടാവില്ല, ഞങ്ങൾ പറഞ്ഞിട്ട് പോകും. ഇത് എവിടെ കൊടുക്കാനുള്ള പൊതി? ഈ ആശുപത്രി കൊടുക്കാനുള്ള പൊതി എന്ത്? കൊച്ചു കുട്ടികൾ മുതല് പ്രായമായ ആൾക്കാർ വരെ ഈ ഒരു പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് തുടങ്ങിയെങ്കിൽ ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ അറിയാമെങ്കിൽ ഇനി ഞങ്ങൾ കൊണ്ടുപോകും. എവിടാ ഏഴ് വർഷമായിട്ട് പൊതിച്ചോറ് ഇവിടെ കൊടുക്കുന്നുണ്ട് സാറേ. അതിന്റെ വിലയെ പട്ടിണി കിടക്കുന്ന ഓരോ മനുഷ്യന്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞത് പൊടിയുടെ നിറവില്ല, പാർട്ടിയുടെ നിറവില്ല, മതവും ഇല്ലാതെ വന്ന് എല്ലാരും വാങ്ങിച്ചു കഴിയുന്നത്. തെരുവി കിടക്കുന്നതിന്, ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് എല്ലാവരും. ഞാനും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിടന്നാൻ പറ്റുന്നുണ്ടല്ലോ ആക്സിഡന്റ് ആയിട്ട്. എന്റെ കൂട്ടുകാരെ, എന്റെ ഉമ്മായി ഉൾപ്പെടെ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അതിനൊന്നും നോക്കിയിട്ടൊന്നും അല്ല കഴിക്കുന്നത്. പിന്നെ അത് നിർത്തലാക്കാൻ പറയാനുള്ള വോയിസ് ഒന്നും സാറന്മാർക്കില്ല. സാറന്മാരെ എല്ലാം വോട്ട് ചെയ്ത് കയറ്റിയിട്ട് ഞങ്ങളാണെങ്കിലുണ്ടല്ലോ, ഞങ്ങൾക്കറിയാം അതൊക്കെ തീരുമാനിക്കാൻ. ഞാനൊരു പാർട്ടിയെ നോക്കി പറയുന്നല്ല, ഈ ജനാധിപത്യ രാജ്യത്തുണ്ടല്ലോ ഒരു ഇന്ത്യൻ പൗരനായിട്ട് എന്റെ നിലപാട് എനിക്കും പറയാം. പിന്നെ സാറന്മാർ പറയുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ വഴി കൊടുക്കുന്ന കാര്യം, സാറേ തലേ ദിവസം രാത്രി ഇറങ്ങും വീടുകളോരം ചേച്ചി 2 പൊതി ചോറ് കെട്ടിവെക്കണം. അവര് സന്തോഷത്തോടെ കെട്ടിവെക്കും. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. രാവിലെ വണ്ടി എടുത്ത് അതും കളക്ട് ചെയ്തുണ്ടല്ലോ, വെയിലും കൊണ്ട് മഴയും കൊണ്ടാണെങ്കിലും ഉണ്ടല്ലോ എത്തേണ്ട അടുത്ത് എത്തിക്കും. അതാ DYFI സഖാക്കള്. അതിന് സാറന്മാരൊന്നും എത്ര ചലച്ചാലും ഉണ്ടല്ലോ അത് നടക്കേണ്ട നടക്കുകയും ചെയ്യും, കൊടുക്കേണ്ട കൊടുക്കുകയും ചെയ്യും, വാങ്ങി തിന്നേണ്ട ഒരു തിന്നുകയും ചെയ്യും. സാറന്മാര് പൊത്തിയിട്ട് മൂല ഇരുന്നാൽ മതി.